എന്താ ഇന്ന് അനിയനെ കാണുന്നില്ലല്ലോ? വരേണ്ട സമയമായല്ലോ. അനിയ, സായി. അതെ ചേച്ചി, സായിബാബാക്ക് ദിവസവും ചേച്ചിയുടെ കൈകൊണ്ടല്ലേ നിവേദ്യം കൊടുക്കുന്നത്. സായിയെ ദിവസവും ദർശനവും ചെയ്യുന്നുണ്ട്. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടുമോ? മായി, ഇത് പക്കീറാണ്. പക്കീർ ദാ വരുന്നു. അല്ലാ രക്ഷിക്കട്ടെ. മായി, ഇത് പക്കീറാണ്. ഇപ്പൊ ഒന്നുമില്ല, പിന്നെ പോ. അല്ലാ മാലിക്. ചേച്ചി, പക്കീർ എത്തിയിട്ടോ? പക്കീർ ദാ വരുന്നു. ചേച്ചി, പക്കീർ എത്തിയിട്ടോ? പക്കീർ ദാ വരുന്നു. അല്ലാ മാലിക്.
തീണ്ടലുള്ളാനല്ലേ നീ, അടുത്ത് വരണ്ട പോ. അങ്ങനെ തൊണ്ട വരളുന്നു, കുടിക്കാൻ കുറച്ച് വെള്ളം തരുവോ? ഈ വെള്ളം കുടിക്കാൻ പാടില്ല, മാറിപ്പോടാ. ഈ തണ്ണീർ പന്തൽ നിനക്കാണോ വെച്ചിരിക്കുന്നത്? നിന്നെ തൊട്ടുകൊണ്ട് ഈ വെള്ളം നിനക്ക് ഒഴിച്ചേന്നാ തല കുളിച്ച് ഞങ്ങൾ ചാവണോടാ. ദൂരെ പോടാ. അങ്ങനെ കിണറ്റിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരാൻ സമ്മതിക്കുന്നില്ല, പുഴയിലേക്കും വരാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളും വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിന്നെ തൊട്ട് ഞങ്ങൾ അശുദ്ധമാണോടാ, മാറിപ്പോടാ. ആ കള്ളച്ചെറുക്ക, നീ അശുദ്ധമാക്കിയല്ലേ? നിന്റെ അശുദ്ധമായ കൈ കൊണ്ട് നീ വെള്ളക്കലം തൊട്ടോടാ. ഇനി നീ ഭാഗത്തേക്ക് വന്നാൽ നിന്നെ ഇങ്ങോട്ട് വരൂ. തൊട്ടുകൂടാത്തവനെ, നിന്നെ ആരോടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? വേദനിക്കുന്ന അങ്ങുന്നേ. നിർത്തൂ. അങ്ങുന്നേ, ഉപദ്രവിക്കുന്നത് മനുഷ്യത്വമല്ല, വാഗൊണ്ട് പറയുന്നതാണ് നല്ല വഴി. വാഗൊണ്ട് പറയാൻ ഇവൻ ചെയ്തത് ധർമ്മമല്ല, ധിക്കാരമാണ്. എന്തു ചെയ്തു? ഇവനോട് തന്നെ ചോദിക്കൂ. അങ്ങുന്നേ, തൊണ്ട വരണ്ടു പോയായിരുന്നു. ആ കലത്തിലെ വെള്ളം കുടിക്കാൻ പോയതാ. അതിനാണിങ്ങനെ ഇവരെന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നെ. എല്ലാവരുടെയും ദാഹം മാറ്റാനല്ലേ നിങ്ങൾ കുടിവെള്ളം ഇവിടെ വെച്ചിരിക്കുന്നത്? ദാഹം തീർക്കാൻ വേണ്ടി തന്നെയാ. എന്നാ ഇങ്ങനത്തെ തൊട്ടുകൂടാത്തവർമാർക്ക് വേണ്ടിയല്ല. തൊട്ടുകൂടാത്തവനെന്നാൽ വളരെ താണജാതിക്കാരൻ. ഞങ്ങൾ അവനെ തൊട്ടാലും അവൻ ഞങ്ങളെ തൊട്ടാലും ഞങ്ങൾ അശുദ്ധമാവും. ആ പാപത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അടിച്ചോടിച്ചത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും സമന്മാരാണ്. അതിൽ വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ല. നാം എല്ലാവരും ഒന്നു തന്നെ. എന്താ നാമല്ല ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കുന്നോ? കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ പുണ്യം ചെയ്തതുകൊണ്ടാ ഞങ്ങൾക്കിങ്ങനെ പാവനമായ ഒരു ജന്മം കിട്ടിയത്. നിങ്ങളും ഞങ്ങളുമായിട്ട് മല പോലത്തെ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാവരും പുണ്യം ചെയ്തവരാണോ? തീർച്ചയായും. ഇതിലെന്താണ് സംശയം? ഈ മകൻ പാപം ചെയ്തവനോ? അതെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ. ഇവിടെ വന്ന് കൈനീട്ടു. നിങ്ങൾ സത്യമായും പുണ്യം ചെയ്തവരാണെങ്കിൽ പവിത്രമായ പാതാള ഗംഗയിൽ നിന്ന് ദാഹം തീർത്തുകൊള്ളൂ. അവിടെ പാറക്കല്ല, അവിടെ ഒരു തുള്ളി വെള്ളം പോലും വരില്ല. അതുകൊണ്ടല്ലേ വളരെ ദൂരത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളത്തിനു വേണ്ടി നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പുണ്യമാണ് നിങ്ങൾക്ക് ജലം തരുന്നത്. വരൂ, കൈനീട്ടി പവിത്രമായ ജലം കുടിക്കൂ. എടോ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? തറയിൽ 3 പ്രാവശ്യം തട്ടിയിട്ട് വെള്ളം കൊണ്ടുവരാൻ നിങ്ങളെന്താ വലിയ ദൈവമാണോ? അതോ നെറ്റിയിൽ ഗംഗയെ വെച്ചിരിക്കുന്ന ശിവനോ? ഞാൻ സാധാരണ മനുഷ്യനാണ്. നിങ്ങളുടെ പുണ്യം നിങ്ങൾക്ക് ജലം തരും. ശരി, ഞങ്ങൾ പുണ്യവാന്മാരല്ല, എല്ലാവരും സമന്മാരാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവന് വെള്ളം കൊടുത്ത് ദാഹം തീർക്കൂ. അതെ, ഇവൻ എത്രത്തോളം പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെ. ശരി, നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ നിങ്ങൾ പുണ്യവാന്മാരല്ലെന്ന്? പറഞ്ഞില്ലേ ഇല്ലെന്ന്? ആദ്യം അവന്റെ ദാഹം തീർക്കൂ. പോയി മോന്റെ ദാഹമകറ്റിക്കൊള്ളൂ. സംശയിക്കേണ്ട, ഗംഗമ്മ മോന്റെ ദാഹം തീർത്തു തരും. ഹായ് 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 അങ്ങുന്നേ, നിങ്ങൾ ദൈവത്തെ പോലെ വന്ന് എന്റെ ദാഹം മാറ്റിത്തന്നു. തീണ്ടലുള്ള അവന് കിട്ടിയ വെള്ളം എനിക്ക് കിട്ടൂലേ? ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ തെറ്റ് ചെയ്തു. അല്ലാ മാലിക്,
തൊട്ടുതീണ്ടായ്മയും അയിത്തവും ശരീരത്തിലല്ല, അത് നമ്മുടെ മനസ്സിലാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള അഴുക്ക് കഴുകിക്കളയണം. നാം എല്ലാവരും പ്രകൃതിയെ കണ്ടു പഠിക്കണം. പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും സ്നേഹം സമമായി പങ്കുവച്ചു കൊടുക്കുന്നു. മഴ സമ്പന്നന്റെ വീട്ടിൽ മാത്രം പെയ്ത് ദരിദ്രന്റെ വീട്ടിൽ പെയ്യുന്നില്ല എന്നൊന്നും വ്യത്യാസം കാണിക്കുന്നില്ലല്ലോ. സൂര്യഭഗവാൻ ഉയർന്ന ജാതിക്കാരനെന്നോ കീഴ്ജാതിക്കാരനെന്നോ വ്യത്യാസം കാണിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും തൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുന്നു. വായു എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അത് ഉള്ളവൻ്റെ വീട്ടിലും ഇല്ലാത്തവൻ്റെ വീട്ടിലും ഒരുപോലെ കാറ്റ് വീശിക്കൊടുക്കുന്നു. ഗംഗമ്മ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ദാഹം തീർത്തു കൊടുക്കുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനില്ലാത്ത വേർതിരിവ് നമുക്കെന്തിനാ? എല്ലാവരും തന്നെ പോലെയാണെന്ന് ധരിച്ചാൽ ലോകം എത്ര സുന്ദരമായിരിക്കും. എല്ലാവരും ഐക്യത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കണം. അപ്പോഴാണ് പ്രകൃതിയമ്മ കുളിരണിഞ്ഞ് നമുക്കാവശ്യമുള്ളതെല്ലാം വാരിക്കോരി തരുന്നത്. അല്ലാ മാലിക്. മതി, വായടക്കി. ആ ഫക്കീറിനെ പറ്റി എന്നോട് സംസാരിക്കരുതെന്ന് എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ സായിബാബയുടെ ദയ കൊണ്ട് നമ്മുടെ മോന് പഠിക്കാനുള്ള ആഗ്രഹം വന്നെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തെറ്റാ? അങ്ങനെയെങ്കിൽ എന്താ? ആ ഫക്കീർ വന്ന് നിന്റെ മകൻ നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അവൻ ജാലവിദ്യയൊക്കെ കാണിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീയാണെങ്കിൽ അവൻ ആകാശത്തുനിന്ന് പറന്നിറങ്ങിയ ദൈവമാണെന്ന് പറയുന്നു. നോക്ക്, ഇനി മേലിൽ ആ ഫക്കീറിന്റെ കാര്യം എങ്ങാനും ഈ വീട്ടിലെങ്ങാനും പറഞ്ഞാ നിന്നെ അവനെയും വെട്ടി നുറുക്കിക്കളയും ഞാൻ. ഭ്രാന്തിയെ പോലെ സംസാരിക്കാ, കേറിപ്പോ. എന്നാലും നിങ്ങൾക്കെന്തിനാ അവരോട് ഇത്ര വെറുപ്പ്? വെറുപ്പല്ല അമ്മേ, ജന്മസിദ്ധമായ സ്വഭാവമാണ്. എലിയും പൂച്ചയും തമ്മിൽ ശത്രുക്കളല്ലേ? നായയും പൂച്ചയും ശത്രുക്കളല്ലേ? കീരിയും പാമ്പും തമ്മിൽ ശത്രുക്കളല്ലേ? അതുപോലെ ആ ഫക്കീറിനെ കണ്ടാ ഞങ്ങളുടെ യജമാനം സഹിക്കില്ല. എന്നെ പൂച്ചയോടും പട്ടിയോടും ഒക്കെ ഉപമിച്ച് സംസാരിച്ചാ നിന്നെ വെട്ടി തുണ്ടമാക്കി അതുങ്ങൾക്ക് തന്നെ ഇട്ട് കൊടുക്കും ഞാൻ. അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരക്കിയോ ഇല്ലയോ? തിരക്കിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുവോ? ആ ബായാജി ഭായി ആ ഫക്കീർ എവിടെയാ ഉള്ളതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അയാൾക്ക് റൊട്ടി കഷ്ണം കൊടുത്തിട്ട് വന്നു. അവനെന്തോ അനിയനാന്നോ അവളെന്തോ ചേച്ചിയാന്നോ, അവര് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാന്ന്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ബന്ധങ്ങളെല്ലാം പുതുക്കിയെന്നാണോ പറയുന്നത്? പുതുക്കുക മാത്രമല്ല അങ്ങുന്നേ, അവരെല്ലാവരും ഒന്നായി. ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്ന ആ ഫക്കീർ ഈ നാട്ടിലെ ദൈവമാകും. അതിനുശേഷം നിങ്ങൾ ആ ഫക്കീറിന്റെ കാൽക്കലിരുന്നിട്ട് പാദപൂജ ചെയ്യണം. ഞങ്ങളുടെ കടമ ചെയ്ത് കഴിഞ്ഞു. അരുമ ശിഷ്യരെന്ന് പേരും എടുത്തു. ബാക്കിയൊക്കെ അങ്ങയുടെ ഇഷ്ടം. അവൻ ദൈവമായിക്കൊണ്ടിരിക്കുമ്പോ അത് നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ എന്താടാ മണ്ട ശിരോമണിയാണെന്ന് വിചാരിച്ചോടാ പൊട്ടന്മാരെ? ഞാൻ മനസ്സ് വിചാരിച്ചൊരു മന്ത്രം അങ്ങോട്ട് ജപിച്ചാലുണ്ടല്ലോടാ, അവൻ 3 ആറ്റിലെ വെള്ളം കുടിച്ച് ഈ നാട് വിട്ട് പോവേണ്ട അവസ്ഥ വരും. കാത്തിരുന്ന് കണ്ടോ, അവനെ നാണം കെടുത്തി നാട്ടിൽ നിന്ന് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നെന്ന് നിങ്ങൾ കാണാൻ പോവുക. നിങ്ങളെപ്പോലുള്ള യോഗികൾ, മഹാന്മാര്, സിദ്ധന്മാര് ഇക്കാലത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച പുണ്യമാ. മനുഷ്യവാസമില്ലാത്ത ഉൾക്കാടുകളിൽ കണ്ണടച്ച് തപസ് ചെയ്യുന്ന സന്യാസിമാരുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ട് മുന്നേറാനുള്ള വഴി കാണിച്ച് നിങ്ങളുടെ വെളിപാടിന്റെ പൊരുൾ പറഞ്ഞ് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്ത്
ഭക്തർക്ക് യഥാർത്ഥ ആത്മീയ ജീവിത പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ യഥാർത്ഥത്തിൽ ദൈവത്തിന് സമമെന്ന് പറയുന്നതിൽ സംശയമേ ഇല്ല. എന്താ ഇത്? എന്താ ഒരു മഴ? ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പോയി ബാബ എവിടെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഈ പെരുമഴയത്ത് ബാബ എവിടെയാന്ന് വെച്ചാ അന്വേഷിക്കുക. എന്ത് മഴയായത്! അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ മഴ പെയ്തിട്ടില്ലല്ലോ. ദേവാ, അങ്ങ് എവിടെയാ? എന്ത് കളിയാ ഇത്? എന്താ കാലാവസ്ഥ ഇങ്ങനെ മാറിപ്പോയല്ലോ. 4 ദിവസമായിട്ട് മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മഴയത്ത് സായി എവിടെയാണോ ആവോ? അറിയില്ല. എവിടെയാണ് സായി? എവിടെയാ ഉള്ളത്? ഈ മഴ ഒട്ടും തോരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. എത്ര നാളായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഈ മഴയത്ത് അനിയൻ എവിടെയാണോ എന്തോ. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. അനിയനെ കണ്ടിട്ട് എത്ര ദിവസങ്ങളായി. ഇത്ര നാളായിട്ടും ആഹാരവും വെള്ളവും ഇല്ലാതെ എവിടെയാണോ എന്തെടുക്കുവാണോ. എന്നും അമ്മ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. മഴ കുറയുന്നില്ല. അമ്മാവനെ അന്വേഷിച്ചു പോവാൻ നമുക്ക് പറ്റുന്നുമില്ല. അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ അന്വേഷിക്കാൻ പോവുക. അമ്മാവനെ എവിടെയാണെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരും, നോക്കിക്കോ. എടാ ടാക്കിയ, നിക്ക്, ഞാനും വരുന്നു.